കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതമനുഭവിച്ച ഹർഷിന നീതിക്കായി വീണ്ടും തെരുവിലേക്ക്. വൈകുന്ന നീതി അനീതിയാണ് എന്ന മുദ്രാവാക്യവുമായി രാവിലെ 10 മണി മുതൽ 5 മണി വരെ കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് സത്യാഗ്രഹ സമരം. കെ മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് PV അൻവർ സമരത്തിൽ പങ്കെടുക്കും. 2017 നടന്ന മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ മെഡിക്കൽ ബോർഡ് ചേർന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർക്ക് ക്ലീൻ ചീറ്റ് നൽകി. പിന്നീട് ഹർഷിന സമരം കടുപ്പിച്ചതോടെയാണ് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതി നൽകിയത്. ശസ്ത്രക്രിയ നടത്തിയ 2 ഡോക്ടർമാർ, 2 നഴ്സുമാരടക്കം 4 പേരെ പ്രതി ചേർത്ത് മെഡിക്കൽ കോളേജ് പോലീസ് 2023 കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ വിചാരണ തുടരുന്നതിനിടെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു. നഷ്ടപരിഹാരം സംബന്ധിച്ചും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹർഷിന വീണ്ടും സമരവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. ഹർഷിനന്റെ കൂടെയാണ് സർക്കാരിന് പറയാന്നല്ലാണ്ട് ഇതുവരെ ഇത്രയും ദുരിതം അനുഭവിച്ച് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നീതിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അപ്പം നിയമ നടപടിയോടൊപ്പം നമുക്ക് ആവശ്യമായ ഒരു നഷ്ടപരിഹാരവും പിന്നെ പ്രതികൾക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭീഷണിക്ക് മുമ്പിൽ സർക്കാർ മുട്ടുകുത്തിയെന്നും തങ്ങൾ എന്തു ചെയ്താലും സർക്കാർ സംരക്ഷിക്കുമെന്ന ധൈര്യം ഡോക്ടർമാർക്ക് കിട്ടിയെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭീഷണിക്ക് മുമ്പിൽ സർക്കാർ മുട്ടുമടക്കുകയും സർക്കാർ വക്കീൽ ജാഗ്രതയില്ലാതെ കോടതിയിൽ ഡോക്ടർമാർക്ക് അനുകൂലമാവുന്ന രീതിയിൽ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് കോടതിയിൽ നിന്ന് സ്റ്റേ അനുവദിക്കുന്നത്. അതേസമയം നീതി ലഭിക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഹർഷിനയുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.